ഗൈസ്, അപ്പോൾ ഇത് ഒരു പുട്ട് ഈറ്റിംഗ് റൂട്ടീനാണ് ഗൈസ് കേട്ടോ. അതായത് നമ്മളുടെ രാഷ്ട്രീയ ഗോതമ്പ് പുട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു CCTV പോലെ എൻ്റെ ഫോണ് ജനാലയുടെ മണ്ടയ്ക്ക് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഗൈസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കുറച്ചൊരു എന്തോ ബോറിംഗ് ഒക്കെയാണ്, എന്നാലും ഒരു ഏകദേശം ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആക്കി ഈ ഒരു വീഡിയോ എടുക്കുന്നതാണ്. പുട്ടും മീൻ കറി. ഓക്കെ, പ്ലസ് TV നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, പുട്ട്
ചെയ്ത് കളിക്കുന്ന പിള്ളേര്. അപ്പോ നമുക്ക് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ആൻഡോസിൽ നിന്നും ഒരു കുട്ടിയെ കാണാൻ നയിക്കുന്നു. അതിനെപ്പറ്റി സംസാരിക്കാൻ സംഘസഭയില് ജേക്കിനെ വിളിക്കുന്നു. ജേക്ക്, എന്താണ് ലോസ് ആൻഡോസ് നാട്ടിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ലോസ് ആൻഡോസിൽ നാട്ടിൽ ഇന്നലെയാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലോസ് ആൻഡോസിൽ നിന്ന് ഏതോ ഒരു പയ്യൻ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതും ആ പോലീസുകാരെ പിടിച്ചോണ്ടുള്ളത്. അയാൾ ഒരു ക്രൂരനാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കണം, രക്ഷിക്കണം. അല്ലെങ്കിൽ ആ കൊച്ചിനെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ലോസ് ആൻഡോസിലെ പോലീസുകാരെടുത്ത് വന്നപ്പോൾ ലോസ് ആൻഡോസിലെ ഗവൺമെന്റ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൽ ആര് രക്ഷിക്കും എന്നും യാതൊരു ഐഡിയയുമില്ല. ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ലോസ് ആൻഡോസിൽ. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഉണ്ട് ഈ ലോസ് ആൻഡോസിൽ. അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ ആ കൊച്ചിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ഫാമിലി 1 കോടി രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. 1 കോടി രൂപ US$ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് ആ കൊച്ചിനെ കണ്ടെത്തുന്നവർക്ക്. അപ്പോ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുകളൊക്കെ നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. എങ്കിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പോകുന്നത് 1 കോടി രൂപ. ഞാൻ സഹായിക്കാൻ നോക്കി ട്രൈ ചെയ്തേക്കും. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ ഒരുപാട് ടാസ്കുകളും ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് ആ സ്ഥലത്തോട്ട് എത്താനായിട്ട്. അതിന് കുറച്ച് സാധാരണക്കാരെ കൊണ്ട് സാധിക്കത്തില്ല. കുറച്ച് ബുദ്ധി ഐക്യമൊക്കെ ഉള്ള ആൾക്ക് ഇത് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ആ പോലീസ് ഓഫീസർ ഭയങ്കര ഗെയിമറാണ്, ഭയങ്കര പ്രശ്നക്കാരനാണ്. എന്ത് ചെയ്യുന്നത് യാതൊരു ഐഡിയയില്ല. അതെ, കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ പോലീസ് ഓഫീസർ. അതും സബ് ഷറഫ് വേണ്ടി. അപ്പോ സബ് ഷറഫ് വേണ്ടി പോയി രക്ഷിക്കാൻ താല്പര്യമുള്ള സൂപ്പർ ഹീറോ നിങ്ങൾ എന്തായാലും നമ്മളെ ബന്ധപ്പെടുക. ഇതാണ് നമ്പർ 221111. എന്തായാലും കോൺടാക്ട് ചെയ്യുക. കിട്ടാൻ പോകുന്നത് 1 കോടി രൂപ. 1 കോടി. ന്യൂസില് പിള്ളേരെ കാണാനാ പിള്ളേരെ കാണാൻ കേട്ടാ. വല്ല പ്രശ്നം ഉണ്ടാക്കണ്ട. കാറ്റുമല കണ്ടേക്ക് പുറത്തിറങ്ങണ്ട. ദൈവമേ, കൊച്ചു പിള്ളേരെ തട്ടിക്കൊണ്ടുള്ളത്. അതും വേറെ ലോകത്ത് വരെ വന്നിട്ടുള്ള ആൾക്കാര്. ഞാൻ എന്തായാലും കുറച്ച് വൈനങ്ങ് ഓടിക്കട്ടെ. പുറത്തിറങ്ങി കഴിഞ്ഞാല് 2 അളവിനെ വിട്ടു ഞാൻ. കേട്ടല്ലോ? കുറച്ച് ജ്യൂസ് അങ്ങ് ഓടിക്കാം. മുന്തിരി ജ്യൂസ്. നല്ല മണമാണ്, നല്ല മണം. രാവിലെ തന്നെ മുന്തിരി ജ്യൂസ് ഈസ് വെരി പ്രോട്ടീൻ. നല്ലൊരു എനർജി കിട്ടിപ്പോ, നല്ലൊരു എനർജി. അടുത്ത വേളയിലോട്ട് പോയത് എനിക്കും ഇതൊക്കെ മതി. ഈ 2 സമ്മേളനം ഒരു സമ്മേളനം പോകാമെന്ന്. 1 കോടിയാണെങ്കിലും 100 കോടിയാണെങ്കിലും പ്രശ്നക്കാരനാണ് നമ്മുടെ പോലീസ്. എന്താടാ കുട്ടി തിന്നാത്തത്? എവിടൊക്കെ പോയിട്ടാണോ എന്റെ ദൈവമേ. പറഞ്ഞോളൂ, ആരാണ്? ഷിൻചാനോ? ഏത് ഷിൻചാൻ? സൂപ്പർ ഹീറോ? എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് അറിയത്തില്ല. യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഇടലല്ല, ഇതൊരു അപ്രോപ്രിയേറ്റ് കണ്ടന്റ് ആണ്. അതായത് ഈ ഒരു വീഡിയോ എന്ത് കണ്ടന്റിലൂടെയാണ് ഇടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാൻ നോക്കും. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതിൻ്റെ ടോട്ടൽ വ്യൂസ് നോക്കും. അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ
ഇത് ഇടത്തേ ഉള്ളൂ പെർമനൻ്റ് ആയിട്ട്. ഇല്ലെങ്കിൽ ഞാൻ പകുതിക്ക് വെച്ച് ഡിലീറ്റ് ചെയ്യും കേട്ടോ. ബിക്കോസ് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറയ്ക്കകത്ത് എൻ്റെ ഫുള്ള് ഇത് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ കിടക്കുന്ന തുണിയൊക്കെ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ മൈക്ക് പോലും കണക്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. ഇവിടെ TV ഓൺ ആക്കിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഗൈസ്. അതെനിക്കറിയാം ഗൈസ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ തിന്ന് നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനി എനിക്ക് അപ്ലോഡ് ചെയ്യണം. എങ്ങനെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ട് നമുക്കിന്ന് ചാനലിനകത്ത് കാണാൻ. ഒരു CCTV എഫക്റ്റാണ് നമുക്കിന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ കിട്ടിയത് കേട്ടോ. ഇനി ഇതിൻ്റെ വിഷ്വൽ നിങ്ങൾക്ക് യൂട്യൂബിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ CCTV മീൻസ് എൻ്റെ മൊബൈൽ എടുത്ത ശേഷം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. Okay guys, this is Vijay signing out.